സ്ക്രിപ്റ്റിലില്ലാതെ നടന്മാർ തങ്ങളുടെ കയ്യിൽ നിന്നിട്ട് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ സിനിമാ സീനുകളെയും സംഭാഷണങ്ങളെയും കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ 5ാം ഭാഗമാണിത്. ആദ്യത്തെ ചിത്രം പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദീം തരികിട തോമാണ്. ചിത്രത്തിൽ മുകേഷിന്റെ ഈ ഐക്കോണിക് ഡയലോഗ് ആരും തന്നെ മറന്നില്ല. ഇപ്പോഴും പല സ്റ്റാറ്റസുകളിലും റീലുകളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് മുകേഷിന്റെ ഈ വൈറൽ ഡയലോഗ്. ശരിക്കും പ്രിയദർശൻ ഈ സീൻ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ എന്ത് ഡയലോഗ് പറയണമെന്നൊന്നും പ്രിയദർശൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ മുകേഷ് തന്നെയാണ് ഒത്തില്ല എന്ന് പറയാമെന്ന് പറഞ്ഞത്. കാരണം കൊല്ലം ജില്ലയിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പൊതുവെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണിത്. അപ്പോൾ മുകേഷ് ഇതിനോടൊപ്പം തന്നെ രസകരമായ മറ്റൊരു കാര്യം കൂടി ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതായത് മുകേഷ് ഇങ്ങനെ ഒരു ഡയലോഗ് സിനിമയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് പ്രിയദർശനോട് പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഡയലോഗ് തനിക്ക് തന്നെ തരണമെന്നും മുകേഷ് പറഞ്ഞിരുന്നു. കാരണം അത്രയും ആൾക്കാരുള്ള സീനിൽ മറ്റാർക്കെങ്കിലും ആ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന കോമഡിയും ഇമ്പാക്റ്റും ഒക്കെ അയാളുടെ ക്രെഡിറ്റിൽ പോകുമല്ലോ. തികച്ചും നർമ്മ രൂപത്തിൽ മാത്രമാണ് മുകേഷ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ജയസൂര്യ ചിത്രമായ ചതിക്കാത്ത ജന്തു കണ്ടവർ ആരും തന്നെ മറക്കാത്ത അത്രയും കോമഡി ഉണർത്തിയ ഒരു കഥാപാത്രമാണ് സലീമേട്ടൻ അവതരിപ്പിച്ച ഡാൻസ് മാസ്റ്റർ വിക്രം. ഡാൻസ് മാസ്റ്റർ വിക്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ സലീമേട്ടൻ പറയുന്ന ഏകമുദ്ര ത്രിമുദ്ര എന്ന് പറയുന്ന കോമഡി സീനൊക്കെ ശരിക്കും പറഞ്ഞാൽ സലീമേട്ടൻ തൻ്റെ കയ്യിൽ നിന്നിട്ടതാണ്. ഈ സീനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റും ഇല്ലായിരുന്നു. ആർക്കും തന്നെ ഒരു സ്ക്രിപ്റ്റും കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും ചേർന്ന് അവരവർക്ക് പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്താണ് ആ സീൻ ഇത്രയും മനോഹരമാക്കിയത്. പിന്നീട് ടേക്ക് ഓക്കെ ആയതിനു ശേഷമാണ് ഓരോരുത്തരും പറഞ്ഞ ഡയലോഗുകൾ എഴുതിയെടുത്തത്. ഇതിനെക്കുറിച്ച് സലീമേട്ടൻ തന്നെയാണ് ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അടുത്തത് മുകേഷിന്റെ തന്നെ കയ്യിൽ നിന്നിട്ടൊരു കിടിലൻ കോമഡി സീനാണ്. അത് പ്രിയദർശന്റെ തന്നെ ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലാണ്. വളരെ സുന്ദരനായി വീട്ടിൽ നിന്ന് ഒരുങ്ങി കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നും പോകുന്ന മുകേഷിന്റെ ഒരു സീനുണ്ട്. കൊല്ലത്തുള്ള ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു പെർഫ്യൂം ബോട്ടിലെടുത്ത് മുകേഷ് ദേഹത്തടിക്കുന്നുണ്ട്. ഇത് ശരിക്കും സ്ക്രിപ്റ്റിലുള്ളതൊന്നുമല്ലായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു പെർഫ്യൂം ബോട്ടിൽ ഇരിക്കുന്ന കണ്ട് മുകേഷിന് തോന്നിയ ഒരു ഐഡിയ ആണത്. ഈ സീൻ ശരിക്കും ശ്രദ്ധിച്ച് കാണുന്നവർക്ക് ഏറ്റവും ചിരി ഉണ്ടാക്കുന്ന കാര്യവും ഇത് തന്നെയായിരിക്കും. നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ അജാസ് കൊല്ലമാണ് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്തത്. അജാസിന് നന്ദി. പ്രിയദർശന്റെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ കിലുക്കം സിനിമയിലെ ജഗതി ചേട്ടന്റെ ഈ ഒരു സീനുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ജഗതി ചേട്ടൻ സ്പോട്ടിലിട്ട സീനാണ്. ഈ ഗ്ലാസ് നക്കുന്ന സീനൊന്നും ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ജഗതി ചേട്ടൻ തന്റെ കയ്യിൽ നിന്നിട്ട് ഒന്നുകൂടെ സീൻ കൊഴിപ്പിച്ചതാണ്. ഇപ്പോഴും TV-യിൽ വന്നാൽ അസാധ്യ റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു ചിത്രമാണ് മായാവി. ഈ ചിത്രത്തിൽ സലീം കുമാർ അവതരിപ്പിച്ച സ്രാങ്ക് എന്ന കഥാപാത്രത്തെ ആരും തന്നെ മറക്കില്ല. കാരണം സിനിമയിൽ അത്രയധികം കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുവന്ന കഥാപാത്രമാണ് സ്രാങ്ക്. എന്നാൽ ചിത്രത്തിന്റെ തുടക്ക സമയത്ത് ഇങ്ങനൊരു കഥാപാത്രം സിനിമയിലില്ലായിരുന്നു. പിന്നീട് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത കഥാപാത്രമാണ് സലീം കുമാറിന്റെ സ്രാങ്ക് എന്ന കഥാപാത്രം. ഇതിൽ ഒത്തിരിയധികം കോമഡി സീനുകളും സലീമേട്ടൻ തൻ്റെ കയ്യിൽ നിന്നിട്ടതാണ്. ഇതിൽ സിനിമയുടെ തന്നെ എൻ ക്രെഡിറ്റ്സിൽ ഈ ബോട്ടിൽ പോകുന്ന സീനിൽ സലീമേട്ടൻ ഈ ലഡു എടുക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ സലീമേട്ടൻ സ്പോട്ടിൽ ഇട്ടതാണ്. അതുപോലെ തന്നെ ഈ തോട്ടപ്പള്ളി സുഗുണനെയൊക്കെ വെല്ലുവിളിച്ച് ഓടിച്ചു വിട്ടതിന് ശേഷം നാട്ടുകാരുടെ കയ്യടി വാങ്ങുമ്പോഴുള്ള സ്രാങ്കിന്റെ എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. സലീമേട്ടൻ്റെ തന്നെ കോൺട്രിബ്യൂഷനാണ് ഇതൊക്കെ. സിനിമ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ സലീമേട്ടൻ തൻ്റെ കഥാപാത്രം കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. കാക്കക്കുയിൽ ഒരു മോഹൻലാൽ ചിത്രമാണെങ്കിലും ഒരുപക്ഷെ ലാലേട്ടനേക്കാൾ സ്കോർ ചെയ്തത് മുകേഷ് ഏട്ടനാണ് ഈ സിനിമയിൽ നിന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു മുകേഷ് ഏട്ടൻ്റെ ഈ സിനിമയിലെ. ഇതിൽ ഈ ഒരു സീനിൽ കൊല്ലംകാരെ നിനക്കൊന്നും അറിയില്ലെന്ന് പറയുന്ന ഡയലോഗ് സ്പോട്ടിൽ മുകേഷ് ഏട്ടൻ ഇട്ടതാണ്. തിളക്കം എന്ന ദിലീപ് ചിത്രത്തിലെ സലീം കുമാറിന്റെയും ഹരിശ്രീ അശോകന്റെയും ഈ രംഗമുണ്ടല്ലോ, അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കം ഒരു പോലീസുകാരന്റെ തയ്ക്കാൻ കൊടുത്ത യൂണിഫോമിൽ വെട്ടി കാണിക്കുന്ന സലീം കുമാറിന്റെ കഥാപാത്രമുണ്ട്. സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ നല്ല കോമഡി ഉണ്ടാക്കിയ ഒരു രംഗമാണിത്. ഇത് യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതല്ല. ഇങ്ങനെ ഒരു സീനെ കുറിച്ച് പറഞ്ഞപ്പോൾ സലീം കുമാർ തൻ്റെ നാട്ടിലുള്ള ഒരു തയ്യൽക്കാരന് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഇതിന്റെ തിരക്കഥാകൃത്തുക്കളായ റാഫി മക്കാട്ടിനോട് പറയുകയും അങ്ങനെ അവരെ കൊണ്ട് എഴുതിപ്പിച്ച ഒരു സീനാണിത്. ശരിക്കും പറഞ്ഞാൽ സലീം കുമാറിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ സീൻ.